ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ഒരു ചെറിയ ടിപ്പായിട്ട് കേട്ടോ അറിയാത്തവർക്ക്. അപ്പോൾ ഇതാ അവിടെ ഫസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, മല്ലിയില. അത് നമ്മൾ എങ്ങനെ നല്ല കേട് വരാതെ സൂക്ഷിക്കാൻ നോക്കാം ഫ്രിഡ്ജിൽ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് നല്ലോണം കഴുകുക, കേടൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഒഴിവാക്കിയിട്ട് നല്ല ഇല എടുക്കുക. എന്നിട്ട് നല്ലൊരു കോട്ടൻ്റെ വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് കഴുകിയതിന് ശേഷം നല്ലോണം ഒപ്പി കൊടുക്കട്ടെ. അത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി നല്ലോണം ഒപ്പി കൊടുക്കുക. ഇട്ടിട്ട് വെള്ളം ഉണ്ടാവരുത്. അതേമാതിരി നമ്മളിത് സ്റ്റോക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലും വെള്ളം ഉണ്ടാവരുത്. ഇട്ട് തുള്ളി നല്ലോണം ഒപ്പിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഞാനിത് സ്ഥിരം ചെയ്യുന്നതാണ്. നല്ല നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാം. മല്ലി ഇല കേട് വരും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്നുകൂടി കാണിച്ചു തരാം. നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലോണം ഒപ്പി കൊടുക്കുക. പിന്നെ നമുക്ക് കറിയിലേക്ക് ഇടാൻ എടുക്കുന്ന നേരം നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് നമുക്ക് എടുത്തിട്ടാൽ മതി. ഇത് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ മല്ലിയിലിട്ട് കൊടുത്തിട്ടോ. നല്ല വൃത്തിയിലിട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ടിപ്പ്, അതേമാതിരി കറിവേപ്പില നല്ലോണം കേടുള്ള ഇലയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഇല നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നല്ലോണം കഴുകുക. വൃത്തിയിൽ കഴുകിയിട്ട് ഇതേമാതിരി നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് വെള്ളം നല്ലോണം ഒപ്പി കളയുക. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മൾ ഇടുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. നല്ലോണം ഒപ്പുക. അപ്പോൾ അതാ ഒപ്പിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആ വേരിൽ നിന്ന് നമ്മളിങ്ങനെ ഇല ഇങ്ങനെ എടുക്കുക. അതേമാതിരി തണ്ടെന്ന് അതേമാതിരി നെക്സ്റ്റ് കാണിച്ചു തരാം. അടുത്തത് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി ആ തുണിയിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. തുണിയിലിട്ടിട്ട് നല്ലോണം മടക്കിയിട്ട് ഞാൻ ഇപ്പോൾ വെള്ളം തന്നെ നല്ലോണം പോയി കിട്ടും. നല്ലോണം അങ്ങനെ വാർത്തെടുക്കുക. വെള്ളം അങ്ങനെ പിഴിഞ്ഞാൽ തന്നെ വെള്ളം കുറേ പോട്ടോ. നമുക്ക് ഈ തണ്ടിൽ ഇങ്ങനെ വേറിച്ചെടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ആ പാത്രം ഒട്ടും നനവുണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നല്ല വൃത്തി ഉണ്ടാവും, എടുക്കാൻ നമുക്ക് സിമ്പിളായിരിക്കും. ഉണ്ടോ, ഒട്ടും വെള്ളമില്ല. അപ്പോൾ ഞാൻ ഫുള്ള് ചെയ്തിട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. അപ്പം അടുത്ത ടിപ്പായിട്ട് വരാം. ഓക്കെ, ബായ്.